ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ അപർണ വാസികി. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ തൈറോയ്ഡ് കാണിക്കേണ്ട ചെക്കപ്പ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ട്. എനിക്കവിടെ 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. ബ്ലഡ് കൊടുക്കണം, പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോഫി ഇടാം എന്ന് വിചാരിച്ചിട്ട് വന്നാണ്. കോഫി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പോഷകസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പപ്പടമുണ്ട്, പുട്ടുണ്ട്, പിന്നെ പയറ് പുഴുങ്ങിയതുണ്ട്. സംഭവം എനിക്ക് റാഗിപ്പുട്ട് വെച്ചേക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇപ്പോൾ റാഗി കഴിക്കണമെന്നാണല്ലോ. അപ്പോഴത്തേക്കും ചേട്ടൻ കുളിച്ച് വരുന്നതിനിടയ്ക്ക് ഞാനങ്ങ് റെഡിയായി. ഞാൻ ഓൾറെഡി മേലൊക്കെ കഴുകിയിട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ ചായ ഇടാനായിട്ട് കയറിയത്. പുട്ട് സാധനങ്ങളൊക്കെ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. പോകാൻ ഇറങ്ങിയതപ്പോൾ എനിക്ക് ഭയങ്കര മടി തോന്നുന്നു. കാരണം ആക്റ്റീവയിലാണ് പോകാൻ. ബസ്സിൽ പോകാനും പറ്റത്തില്ല. പിന്നെ ഉള്ള ഓപ്ഷൻ ആക്റ്റീവയാണ്, അതിനും മടിയാണ്. സംഭവം ബൈക്കിൽ വലിയ മടി. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് പക്ഷേ എനിക്ക് നല്ല അസ്വസ്ഥത ഉണ്ടായിട്ട്. ഇപ്പോൾ 7 മാസമായി. പ്രൊവിഡൻസ് ശ്രീകാര്യത്താണ് ഞാൻ കാണിക്കുന്നത്. തൈറോയിഡിൻ്റെ കാണിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബില്ലൊക്കെ അടച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ചേച്ചിയില്ല. അപ്പോൾ അവിടെ പോസ്റ്റ് ആയി കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നു. അവർ ഫുഡ് കഴിക്കാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ കുശലം ചോദിച്ചു എത്ര മാസമായി എന്നൊക്കെ. അപ്പം ഞാൻ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബ്ലഡ് എടുത്തു. ഇപ്പം ബ്ലഡ് എടുക്കുമ്പോൾ പേടിയൊന്നും ഇല്ല കേട്ടോ. മുന്നത്തെ പോലെയല്ല, ഞാനിങ്ങനെ കാര്യമായിട്ട് ഇരുന്ന് കൊടുക്കും. എടുത്തെടുത്ത് ശീലം 2 കയ്യിൽ നിന്ന് മാറി മാറി എടുക്കാറുണ്ടേ. പിന്നെ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ. എനിക്കിന്ന് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. ചേട്ടൻ അവിടെ ഫോണിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അപ്പോൾ ടി വിയിൽ ഇന്നത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയൊക്കെ വീഡിയോ കാണുന്നത്, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അവൻ എനിക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് വീഡിയോ എടുത്തു തന്നതാണ്. അപ്പോൾ എനിക്ക് ചിരി വന്നു. പിന്നെ എന്നെ സമാധാനം, എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. നടുവേദന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചായയൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എന്നെയും കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ആശാൻ ഭയങ്കരമായിട്ട് പാമ്പർ എടുത്തൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ബിരിയാണി കടയിൽ കയറി. കാരണം വിശപ്പിൻ്റെ കാര്യം കൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ചേട്ടൻ ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് കയറണമായിരുന്നു. അപ്പോൾ അവന് കുറേ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വീട്ടിലാക്കിയിട്ട് വേണം ആൾക്ക് ജോലിക്ക് കയറാൻ. അതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് ഡെലിവറി ആയിട്ട് ആൾ ജോലിക്ക് പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.